രാവിലെ തന്നെ നേരം വെളുക്കാണല്ലോ പടച്ചോനെ. ഇനിയിപ്പോൾ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സാരി ഉടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അറ്റം ഏതാ ഇതിൻ്റെ എൻ്റെ ഏതാ ഒന്നും അറിയാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്ന ബ്ലൗസ്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പസിൽസും കുറച്ച് ഗെയിംസൊക്കെ ഞാൻ കൊടുത്തു. എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷന് പോകുമ്പോൾ ഇങ്ങനെ വെറുതെ കുട്ടികളെ ഇരുത്തുന്ന ഇഷ്ടമല്ല. അവർക്ക് എൻഗേജിങ് ആയിട്ടുള്ള അവരുടെ കോഗ്നിറ്റീവ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും വർക്ക്സൊക്കെ കൊടുക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അത് കഴിഞ്ഞ് സാഹിത്യ ക്ലബിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാഷ് വന്ന് കവിതയൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അടുത്ത പീരീഡും എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചിത്രകല പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചെമ്പരത്തിയൊക്കെ ബോർഡിൽ വരച്ചിട്ട് കൊടുത്തു. അപ്പോൾ കുട്ടികൾ വരച്ച പടമാണിത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേ നിർബന്ധം, ടീച്ചർ പടം വരയ്ക്കണം, ടീച്ചർ പടം വരയ്ക്കണം. അങ്ങനെ ടീച്ചർ പടം വരച്ചു. അവിടെ നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് നിർത്തി ടീച്ചർ അങ്ങ് പടം വരച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെച്ചോറും ഇറച്ചിക്കറിയായിരുന്നു. ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കണ ഫുട്ടേജൊന്നും അല്ല കേട്ടോ. ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുവരില്ല. ഇത് പിന്നെ ഞാൻ റീലിന് വേണ്ടി ചുമ്മാ ആക്ട് ചെയ്യുന്നതല്ലേ. ഇജ്ജാതി ആക്ടിങ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു PT പീരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ PT പീരീഡിന് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉമ്മ നല്ല പച്ചില കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചു. അതൊക്കെ കഴിച്ച് റാഹത്തായി. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ.